സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് കോൺഗ്രസിനുള്ളത്. തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട ഒരു ഗതികേടിലാണ് കോൺഗ്രസ് നിലവിലുള്ളത്. ആ കൂട്ടത്തിലേക്കാണ് കെ.സി. വേണുഗോപാലിൻ്റെ വകയായിട്ട്, അതായത് ഹൈക്കമാൻഡിൻ്റെ വകയായിട്ട് ഒരു പുതിയ സമ്മാനം കൂടി തന്നിരിക്കുന്നത്. അടുത്ത LDF ഗവൺമെന്റിനുള്ള ഏറ്റവും വലിയ പ്രചരണ ആയുധമാണ്. കർണാടകത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റു ചില അജണ്ടകൾ കൂടിയുണ്ട്. വി.ഡി. സതീശനൊക്കെ കിടന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കാർ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടകയിൽ നിന്നൊരു മന്ത്രി വന്നിട്ട് പറയുകയാണ് ഈ സർക്കാർ നമ്പർ 1 ആണെന്ന് പറയുകയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കരുതേ കെ.സി. വേണുഗോപാലെ എന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. നമസ്കാരം. കോൺഗ്രസിനെ എല്ലാം വെട്ടിലാക്കിക്കൊണ്ട് ഇന്നലെ കർണാടകയിൽ ഒരു മിനിസ്റ്റർ വന്നിട്ട് കെ.സി. വേണുഗോപാലിനെ സീറ്റിലിരുത്തിക്കൊണ്ട് കേരള ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് കേരള വിദ്യാഭ്യാസ വകുപ്പിനെയും ഹെൽത്ത് സെക്ടറിനെയും ഹ്യൂമൻ ഇൻഡെക്സിലാണെങ്കിൽ പോലും ലോകത്തിന് തന്നെ മാതൃകയാണെന്നുള്ള രീതിയിൽ വലിയ പ്രസ്താവന നടത്തിയിരുന്നു. കോൺഗ്രസ് നടത്തിയൊരു പരിപാടിയിൽ CPM-ന് പ്രത്യക്ഷമായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച ഒരു വിഷയം കോൺഗ്രസിനെ ആകപ്പാട് അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു ശനിദശയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട ഒരു ഗതികേടിലാണ് കോൺഗ്രസ് നിലവിലുള്ളത്. ആ കൂട്ടത്തിലേക്കാണ് കെ.സി. വേണുഗോപാലിൻ്റെ വകയായിട്ട്, അതായത് ഹൈക്കമാൻഡിൻ്റെ വകയായിട്ട് ഒരു പുതിയ സമ്മാനം കൂടി തന്നിരിക്കുന്നത്. ഈ വയനാട്ടിലെ ആത്മഹത്യാ പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കോൺഗ്രസിനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടേ ചാടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് കൃഷ്ണ ബൈരഗൌഡ എന്ന് പറയുന്ന കർണാടകയുടെ റവന്യൂ വകുപ്പ് മന്ത്രി, ഇദ്ദേഹത്തെ കെ.സി. വേണുഗോപാൽ MP എക്സലൻസ് അവാർഡ് നൽകാൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഇദ്ദേഹം കുമരകത്ത് പോവുകയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു റിസോർട്ടിലൊക്കെ താമസിക്കുകയും അവിടെ അത്യാവശ്യം ഒരു എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ആലപ്പുഴയിൽ വരികയും ഈ എക്സലൻസ് അവാർഡിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുമരകം കണ്ട ഈ കൃഷ്ണ ബൈരഗൌഡ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം സ്വർഗതുല്യമാണ് എന്ന് ധരിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ചൊക്കെ റിയാലിറ്റി ഉണ്ട്. അദ്ദേഹം വന്നിട്ട് പ്രസംഗിച്ചെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിൽ കേരളം നമ്പർ 1 ആണ്, ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണ്. ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലോകോത്തര നിലവാരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് അടുത്ത LDF ഗവൺമെന്റിനുള്ള ഏറ്റവും വലിയ പ്രചരണ ആയുധമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു മന്ത്രിയാണ്. അതും ചെറിയ മന്ത്രിയാണോ? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലേക്കൊക്കെ ഇലക്ഷൻ ഫണ്ട് കോടിക്കണക്കിന് രൂപ ഒഴുക്കാൻ ശേഷിയുള്ള ഒരു മന്ത്രി തന്നെ വന്നിട്ടാണ് ഇവിടെ അത് പറയുന്നത് കേരളം നമ്പർ 1 ആണെന്ന്. ഇത് കൂടുതലൊരു പരസ്യം ഇത് കിട്ടാനുണ്ടോ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് വെക്കുന്ന AK-47 ഉപയോഗിച്ച് വെക്കുന്ന വെടിയായി പോയി ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം എന്നുവേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു കാര്യം ഇതിനകത്ത് നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാള ഭാഷ അറിയാൻ പാടില്ലാത്ത നാഷണൽ മീഡിയ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഡൽഹിയിൽ പോയി ടൈംസ് ഓഫ് ഇന്ത്യക്കും ഹിന്ദുവിനും ഒക്കെ ഇന്റർവ്യൂ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് ഇതാണ്. അങ്ങനെയുള്ള നാഷണൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവരൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമാണിത്. അപ്പോൾ കേരളത്തിൽ നിന്ന് KPCCയും അതോടൊപ്പം തന്നെ MP-മാരാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ കേരളത്തിൽ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം എന്ത് പ്രസംഗിക്കണം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അതെ, ഒരു എക്സലൻസ് അവാർഡ് 10ാം ക്ലാസ്സിലും +2-നും വിജയിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സലൻസ് അവാർഡാണ്. ഈ എക്സലൻസ് അവാർഡിൽ വരുമ്പോഴത്തേക്ക് ആ കുട്ടികളെ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ് കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. പക്ഷേ അത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2025 നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും LDF-ന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവാർഡാണ്. അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും LDF-ന്റെ ഇനിയുള്ള പ്രചരണം. ഇതിൽ കൂടുതൽ എന്താണ് ഇനി ആരാണ് പറയാനുള്ളത്? ഇത് നാക്കുപഴയെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നല്ല മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, കേരളത്തിൽ വന്ന് 2 ദിവസം തങ്ങിയ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ദിവസം കേരളത്തിൽ ഇദ്ദേഹം താമസിച്ചിരുന്നു. കുമരകത്താണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് പറഞ്ഞു പോയതാണോ ഇത്? അല്ല, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് വന്നിട്ട് കേരളം നമ്പർ 1 ആണ്, എല്ലാ മേഖലയിലും കേരളം നമ്പർ 1 ആണ് എന്നൊന്നും പറഞ്ഞു പോയതല്ല. ഒരുപക്ഷെ കോൺഗ്രസിന്റെ അകത്തെ പഠനപ്പിണക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ കൃഷ്ണഗൌഡ ബൈര ഇങ്ങനെ പറഞ്ഞതാണോ എന്നുകൂടി കോൺഗ്രസ് പരിശോധിക്കണമെന്ന്. കെ.സി. വേണുഗോപാലിന്റെ പണി കൊടുത്തതാണോ നമ്മൾ നോക്കണം. നമുക്കറിയാൻ സാധിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടക മാത്രമേ കോൺഗ്രസിന്റെ കയ്യിൽ ഭരണത്തിൽ തൊട്ടടുത്തൊരു സംസ്ഥാനമുള്ളൂ. പിന്നെയുള്ളത് തെലങ്കാനയാണ്. അപ്പോൾ ഈ കർണാടകത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റു ചില അജണ്ടകൾ കൂടിയുണ്ട്. വെറുതെ കൊണ്ടുവന്നതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കളക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ MP സംഘടിപ്പിച്ച പരിപാടി, അതായത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളുടെ മക്കൾക്കൊക്കെ അവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഈ കോൺഗ്രസ് പാർട്ടിയുടെ MP സംഘടിപ്പിച്ച പരിപാടിയിൽ ഇത് പറഞ്ഞതിൽ
ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അതിനെ ഉൾക്കൊള്ളാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വരുത്തി വെക്കാൻ പോകുന്ന ഒരു വിന നിസ്സാരമല്ല. ഇവിടെ കിടന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ കിടന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കാർ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടകയിൽ നിന്നൊരു മന്ത്രി വന്നിട്ട് പറയാണ് ഈ സർക്കാർ നമ്പർ 1 ആണെന്ന് പറയുകയാണ്. ഇത് കൂടുതലൊരു ബഹുമതി സംസ്ഥാന സർക്കാരിന് കിട്ടാനുണ്ടോ? ലോകോത്തര മാതൃകയാണെന്ന് വരെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ച് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം ഈ മന്ത്രിക്ക് CPM ഒക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും അന്തർധാരയുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടി വരും. അതായത് ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ആരോഗ്യമേഖല ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പോലും ആരോഗ്യ വകുപ്പിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഈ ആരോപണങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർണാടകയുടെ റവന്യൂ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള ഈ കൃഷ്ണ ബൈര ഗൗഡ പറയുന്നത് കേരളം നമ്പർ 1 ആണ് എന്ന്. ഒരു വലിയ ബഹുമതിയല്ലേ? കാരണം ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഏത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന് വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. ഈ തൊട്ട് അടുത്ത ദിവസമാണ് BD വിവാദം ഉണ്ടായത്. ബീഹാറിലെ BD വിവാദം ഭയങ്കരമായിട്ട് കത്തിപ്പടർന്നു. ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് മാധ്യമങ്ങൾ ഒക്കെ ഈ വിഷയം എടുക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊന്ന് കെട്ടടങ്ങി വരുന്നതേ ഉള്ളൂ. അതിൽ VT ബലറാമിനെ സോഷ്യൽ മീഡിയയുടെ തലപ്പത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചൊഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേറെ ചില കാരണങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹം അറിയാതെ ചില ആളുകൾ, അതായത് ഇന്ന് വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും ഉൾപ്പെടുന്ന ആളുകളുടെ കൈകളിലായിരുന്നു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, KPCCയുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അവർ VT ബലറാമിനെ പുകച്ച് പുറത്തുകാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പോസ്റ്റാണ്. പക്ഷേ അതിന് തലപ്പത്തിരിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ VT ബലറാം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു എന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യവും വ്യക്തവുമായ ഒരു ധാരണ VT ബലറാമിനുണ്ടെങ്കിലും VT ബലറാമിന് ഇതൊന്നും പുറത്തേക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം തൃത്താലയിലോ അല്ലെങ്കിൽ പാലക്കാട് ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് MLA ആകേണ്ട ഒരു വ്യക്തി തന്നെയാണ് VT ബലറാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കില്ല. പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ വാൾ അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഞാനിട്ട പോസ്റ്റല്ലാതെ ചോദിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. ആ പോസ്റ്റ് വന്നിരിക്കുന്ന ഷാഫിയും ഈ രാഹുൽ മാങ്കൂട്ടത്തും കൂടെ കൂടി ചേർന്ന് VT ബലറാമിലിട്ട് കൊടുത്തിരിക്കുന്ന പണിയാണത്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് VD സതീശനൊക്കെ എതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ അധിക്ഷേപങ്ങൾക്കെതിരെ KPCC അന്വേഷണ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുകയും ആ അന്വേഷണ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് VT ബലറാമിനെ വെക്കുകയും ചെയ്തിരിക്കുന്നത്. VT ബലറാമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും വലിയൊരു സൈബർ മീഡിയ അറ്റാക്ക് വരുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര പ്രതിസന്ധിയല്ല. KC വേണുഗോപാൽ കേരളത്തെ സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കരുത്, ഇങ്ങനെയുള്ള നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്, എന്തവിടെ സംസാരിക്കണം എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം വിളിച്ചു കൂവിയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് പോകും എന്ന കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഇതിന് തൊട്ട് ഒരാഴ്ച മുമ്പാണ് രേവന്ത് റെഡ്ഡി വന്നത്. ഇതെല്ലാം ആലപ്പുഴയിലേക്കാണ് വരുന്നത്. കാരണം വേറെ ഒരു MP എക്സലൻസ് അവാർഡിന്റെ രേവന്ത് റെഡ്ഡിയും കിട്ടത്തില്ല, അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ റവന്യൂ മന്ത്രിയൊന്നും കിട്ടത്തില്ല. KC വേണുഗോപാലിന്റെ മണ്ഡലത്തിലേക്ക് എത്തും. കാരണം KC വേണുഗോപാലിനെ മണിയടിച്ചാൽ മാത്രമേ ഇവർക്ക് അതാത് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. രേവന്ത് റെഡ്ഡി ആലപ്പുഴയിൽ വന്നിട്ട് പറഞ്ഞത് എന്താണ്, KC വേണുഗോപാലാണ് എന്നെ ഞാനാക്കിയത്, KC വേണുഗോപാലിന്റെ ഉപദേശ നിർദ്ദേശങ്ങളാണ് എന്നെ ഞാനാക്കിയത് എന്നൊക്കെ രേവന്ത് റെഡ്ഡി ഇവിടെ നിന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ വിചാരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ വിചാരിക്കും KC ആണ് താരം, KC ആണ് കോൺഗ്രസ് എന്നുള്ളൊരു ധാരണ, ഒരു നരേഷൻ കെട്ടിപ്പടുക്കുക തന്നെയാണ്. കാരണം KC ഭയങ്കര കഴിവുള്ള ആളാണ്, KCക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ്, KC തന്നെയാണ് അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ എന്ന രീതിയിലേക്ക് ഒരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്ന ഒരു കുബുദ്ധി കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രേവന്ത് റെഡ്ഡിയൊക്കെ ഇവിടെ വന്നിട്ട് KC വേണുഗോപാലിനെ എന്തൊരു പുകഴ്ത്തലായിരുന്നു. KC വേണുഗോപാൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധി പോലും ഉള്ളൂ എന്നുള്ള രീതിയിലേക്കായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതേ രീതിയിൽ KCയെ പുകഴ്ത്തിയാൽ മാത്രമേ രേവന്ത് റെഡ്ഡിക്ക് അവിടെ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ സാധിക്കുന്നു എന്നുള്ളൊരു ഭയം ഈ രേവന്ത് റെഡ്ഡിയുടെ മനസ്സിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ മണ്ഡലം, അതായത് ആലപ്പുഴയിൽ വന്ന് KC വേണുഗോപാലിന്റെ മണ്ഡലം നമ്പർ 1 ആണ് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ അത് മൊത്തത്തിലുള്ള കേരളത്തെ കുറിച്ചായിട്ട് പോയി. KC വേണുഗോപാലിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ബൈരഗൌഡ പറഞ്ഞ കാര്യം സത്യത്തിൽ അത് KC വേണുഗോപാലിന്റെ നെഞ്ചത്തേറ്റ വെടിക്ക് തുല്യമായി. പ്രപഞ്ചനീതിക്ക് ഒക്കാത്ത പരിപാടികൾ ഓരോരുത്തർ കാണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായിട്ടുള്ള എത്ര ആളുകളുണ്ടെന്നേ. അപ്പൊ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടൊരു സുപ്രഭാതത്തിൽ ഒരു നരേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് KC വേണുഗോപാലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അതിപ്പോ രേവന്ത് റെഡ്ഡി വന്ന് പുകഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവ കേരളത്തിലെ ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് KC അറിയാൻ പാടില്ലേ?
കേരളത്തിലെ ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും കെ സിയെ കുറിച്ച് പറയില്ല. കെ സി ആരാണെന്നും എന്താണെന്നും കെ എസ് യു കാലഘട്ടത്തിലെ ചരിത്രവും യൂത്ത് കോൺഗ്രസ് ചരിത്രവും കോൺഗ്രസ് ചരിത്രവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് കെ സിയെ കുറിച്ച് ഇവിടെ കേരളത്തിൽ വന്ന് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ മറ്റൊരു സംസ്ഥാനത്തെ പാർട്ടിക്കാരനോ വന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അതൊക്കെ വിശ്വസിക്കുമോ? ഇതൊക്കെ ഒരു പ്രായോഗിക ബുദ്ധി വേണ്ടേ? നരേഷൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് കയറി താണ്ഡവ നൃത്തമാടിക്കൊണ്ട് ഇതുപോലത്തെയുള്ള അന്യ സംസ്ഥാന ആളുകളെയും കൊണ്ട് ഇവിടെ കേരളത്തിൽ വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കരുതേ കെ സി വേണുഗോപാലെ എന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഏതൊക്കെയാലും പെട്ടുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളം നമ്പർ 1 ആണ് എന്ന് കോൺഗ്രസ് സമ്മതിച്ചതിന് തുല്യമാണ്. ഇത് ദേശീയ തലത്തിൽ തന്നെ എടുത്ത് പ്രയോഗിക്കും. കോൺഗ്രസിന് ഇനി വരാൻ പോകുന്നത് ട്രോളുകളുടെ കാലഘട്ടമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെയാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.